വിലയ്ക്ക് വാങ്ങുമല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഇത് വാങ്ങലല്ല, നമുക്ക് ബാങ്ക് ബാലൻസ് കാണിക്കും. ഇപ്പൊ 6 മാസത്തിനുള്ളിൽ തന്നെ പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഇട്ടത് 6 മാസത്തിനുള്ളിൽ എല്ലാം സെറ്റ് ആവും. ഒരുപാട് എത്ര ലക്ഷം ഉണ്ടാക്കി ഉണ്ടാക്കും, മനസ്സിലായോ? ഇത്ര നാൾ കൊണ്ട് എത്ര ലക്ഷം ഉണ്ടാക്കി? 3 ലക്ഷം തീർന്നല്ലോ. വൈകിട്ട് വീട്ടിൽ പോകുന്ന നേരത്തെ ആരോടെങ്കിലും ചോദിക്കരുത് 100 ഇട്ട് തരാൻ അത് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാം പൊടിക്കും. വേറെ നമ്മൾ പറഞ്ഞ പൈസ തീർക്കുവാണ്. ചുമ്മാ ഷെഡ് വരെ സ്വർണത്തിന്റെ അപ്പൊ ആ രീതിയിലാണ് എടുത്തിരുന്നത്. ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പണയം വെച്ച് ഞങ്ങൾ കൊണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു, ഫുഡ് കഴിക്കാൻ പൈസ ചേട്ടാ ഷെഡ് എന്ന് പണയം. ഈ കാര്യം സത്യമില്ല. വൈകിട്ടാകുമ്പോൾ 100 ആരോടെ ചോദിച്ചു വേണം വീട്ടിൽ പോയി. ദൂർത്തടിയാണ് മൊത്തം. 10,000 രൂപ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യും ഡെയിലി? ഇത് ചിലവാണേലും ഇപ്പൊ തന്നെ ഇത് കണ്ടില്ലേ, ഇത് കോസ്റ്റ്ലി ഷർട്ടാ, MCRന്റെ ഷർട്ടാ. ആര് വെച്ചാലും പൈസ അക്കൗണ്ടിൽ കളഞ്ഞു. ഫോട്ടോ ഇട്ടാണ് 200 കിട്ടുന്ന 1000 രൂപയ്ക്ക് അവർ കൊടുത്തു, അത്രേ ഉള്ളൂ. എന്റെയാ എന്റെ 10,000-3000 രൂപ. ഇയാൾ ഈ താടി പഠിക്കാൻ കാരണം അതിനെ കുറിച്ച് നമ്മുടെ ഒരു അനിയൻ പയ്യൻ പറഞ്ഞു, ചേട്ടാ എന്നെ കണ്ട പെണ്ണ് സെറ്റ് ആവണോ ചേട്ടൻ ഇതുപോലെ നടക്കാം. ഞാനിത് പഠിച്ചൊരു ഫോട്ടോ ഇട്ടപ്പോൾ ഇതിൻ്റെ താഴെ അലിൻ ജോസ് പെരേര എന്ന് പറഞ്ഞൊരു റിവ്യൂ താരം വന്നിട്ട് കമന്റ് ഇടുക, ചേട്ടനിപ്പോൾ 16 വയസ്സായത്. എത്ര വയസ്സ് 16 വയസ്സ് കുറഞ്ഞു. കുറ്റിമീശയൊക്കെ വന്നല്ലേ പിന്നെ പഠിച്ചപ്പോ തന്നെ. അത് പിന്നെ കളയാലോ, അത് കളയണോട്ടാ. വേറൊന്നുമല്ല സുഹൃത്തെ, എല്ലാ കടയിലും പൈസ കൊടുക്കാണ്. ആ ലുക്കിൽ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിരുന്നു. ഫുഡ് കഴിച്ചിരുന്നപ്പോൾ ആ പുള്ളി തിരിച്ചറിഞ്ഞില്ല, 2000 രൂപ കൊടുക്കാണ്ടാണ്. അപ്പോൾ എന്നോട് ചോദിക്കാം, മുടിയുള്ള ചേട്ടൻ നിങ്ങളുടെ കൂടുതലുള്ള അവിടെ പോയി. അപ്പൊ അങ്ങനെ കുറെ ഗുണമുണ്ടായി. എത്രമാത്രം വരാൻ പോണ പ്രോഗ്രാം ഇന്ന് വൈകിട്ട് സുന്ദരിമാരായ മോഡൽസിന്റെ കൂടെ പെരേരനെ ക്ഷണിച്ചിരുന്നു കാണാനായിട്ട് ഗസ്റ്റായിട്ട്. പണ്ടൊക്കെ ലാലേട്ടും മമ്മൂക്കായും വന്നിരുന്ന പരിപാടി ഇപ്പൊ പെരേരയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ബിലാൽ 2 ഒരു ക്ഷണം വന്നിട്ടുണ്ട്. ആ ട്രോള് നേരത്തെ കണ്ടാൽ എന്താ സംഭവിക്കാന്ന് അറിയോ? ഒമർ സാറ് വിളിച്ച പോലെ വിളിക്കും, മനസ്സിലായോ? മമ്മൂക്കയുടെ സൈഡില് ബാലസാറ് ചെയ്ത വേഷം അദ്ദേഹത്തിന് പാലം കിട്ടിയ അസൂയില്ല. കാരണം മമ്മൂക്കയുടെ പടത്തിൽ പുള്ളി അടിയെന്ന് പറഞ്ഞാൽ നമുക്ക് അസൂയൊന്നുമില്ല. ഒരു ദിവസം മൊത്തം കരച്ചിലായിരുന്നു. പുള്ളിക്ക് ഭയങ്കര ബിൽഡപ്പ് കിട്ടി, ഭയങ്കര BGM ആയിപ്പോ. മമ്മൂക്കന്റെ സീക്വൻസിനെക്കാളും കൂടുതൽ ഇമ്പാക്ട് ആ സീനിൽ കിട്ടി. വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടൊന്നുമില്ല, നമുക്ക് പ്രോഗ്രാംസ് ഉള്ളതുകൊണ്ട് മൂന്നെടുത്ത് താമസിക്കുന്നു മാത്രം ഒറ്റയ്ക്ക്. ഇനി അത് ആൾക്കാർ വിവാദമാക്കണല്ല. വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് പറഞ്ഞാൽ അമ്മ പറയും അങ്ങോട്ട് കയറണമെങ്കിൽ പൈസ വേണമെന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ പറയും. പക്ഷെ ഇവന്റെ വൈകിട്ട് കാലിയാവില്ല, അക്കൗണ്ട് കാലിയാവില്ല. അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ എവിടെയെങ്കിലും റൂം എടുത്ത് വെക്കും. ചിലരോട് കയറേണ്ടത് പറഞ്ഞു. ആട്ടായല്ല, ഞാനവിടെ പെട്ടുപോയതാ. അവിടെ നിന്ന് വിവരം പിടിച്ച് ഇതിലേക്ക് ഇട്ടു, വീഡിയോ ഇട്ടു. പോയപ്പോ ഇവന്റെ അച്ഛന്റെ കോള് വരിക, എവിടെ വെച്ച് കണ്ടാലും വെട്ടുന്നു. അത് ശരിയാ, അത് മറ്റേ നമ്മളൊരു കണ്ടന്റ് എടുത്താണ്. കാരണം അമ്മൂമ്മയെ കുറിച്ചുള്ള ഒരു ഇമ്പാക്ട് കൊടുക്കണമല്ലോ. അതല്ല, അമ്മൂമ്മ പറഞ്ഞല്ലോ സ്വത്ത് തരില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. സ്വത്ത് ഇല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് എണീക്സ് ഉള്ളതുകൊണ്ട് എനിക്ക് 600 കൊടുത്തില്ലെങ്കിൽ നമുക്ക് വാടകയ്ക്ക് ആണെങ്കിൽ ഒരു വീട് എടുക്കാം, വീട് സ്വന്തമായിട്ട് മേടിക്കാം. പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ വരുന്നുണ്ടല്ലോ. കാരണം ഒരു കാര്യം പറയാം, ആറാട്ടറിന്റെ മാനേജറായിട്ട് ഇപ്പൊ ഒരാൾ കൂടി ഉണ്ടല്ലോ, ബ്രൈറ്റ്. അതിനെക്കുറിച്ച് കാര്യം പറയാം കേട്ടോ. ആറാട്ടറിന്റെ മാനേജറായിട്ട് ഒരാൾ കൂടി ഉണ്ട്, ബ്രൈറ്റ്. ആറാട്ടറിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കില്ല.